ക്ഷേത്രസന്നിധി. നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. 108 ശിവാലയങ്ങളിൽപ്പെടുന്ന അതിപ്രസിദ്ധമായ ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് ചേരാനെല്ലൂർ എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ശ്രീ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളുമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ക്ഷേത്രസന്നിധി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽപ്പെടുന്ന അതിപുരാതനമായ കേരളത്തിലെ അതിപ്രശസ്തമായ മഹാദേവ ക്ഷേത്രമാണ് ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ പ്രസിദ്ധ നദികളിലൊന്നായ പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. അതിഗംഭീരവും മനോഹരവുമായ 38 കോൽ ചുറ്റുവട്ട ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി അതിരൗദ്രഭാവത്തിലും ദുഃഖഭാവത്തിലും കുടിയിരിക്കുന്ന ശ്രീ മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. സതിവിയോഗത്തിന് ശേഷം ത്രിപുരദഹനം കഴിഞ്ഞ ശ്രീ മഹാദേവ ഭാവത്തെ ശിവലിംഗ രൂപത്തിലാണ് ശ്രീ പരശുരാമൻ ഈ മഹാശിവ ചൈതന്യത്തെ ഈ മനോഹര വട്ട ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ചേരാനെല്ലൂർ ശ്രീ മഹാദേവന്റെ പൂജാതി കർമ്മങ്ങൾക്ക് സുഗന്ധദ്രവ്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. സുഗന്ധമില്ലാത്ത വെളുത്ത പുഷ്പങ്ങൾ, കൂവളത്തില എന്നിവയാണ് പ്രധാനമായും മഹാദേവന്റെ പൂജയ്ക്കായി ഇവിടെ ഉപയോഗിക്കാറുള്ളത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. കൂടാതെ സതിവിയോഗത്തിൽ ദുഃഖിതനായിരിക്കുന്ന ഈ ശ്രീ മഹാദേവന്റെ തിരുനടയിൽ വിവാഹ ചടങ്ങുകൾ നടത്താറില്ല എന്നുള്ള മറ്റൊരു പ്രത്യേകതയുമുണ്ട്. അതിരൗദ്രഭാവത്തിലും വിഷാദത്തിലും കുടികൊള്ളുന്ന ചേരാനെല്ലൂർ ശ്രീ മഹാദേവനെ ദർശനം ചെയ്യുന്ന ഭക്തരുടെ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾക്ക് പരിഹാരമാണ് ഈ മഹാദേവ ദർശനം. കൂടാതെ ഭൂതപ്രേത ബാധാദോഷങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഈ ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ദർശനം എന്നുള്ളത് ഈ ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യത്തിന് ഏറെ മാറ്റുകൂട്ടുന്നു. ഈ മഹാദേവന്റെ തിരുനടയിൽ ഋണമോചന മന്ത്ര പുഷ്പാഞ്ജലി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ധനസംബന്ധമായ സർവ്വ കടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. ചേരാനെല്ലൂർ ശിവക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭഗവാൻ ഇരിക്കുന്നത് സതീവിയോഗത്തിലിരിക്കുന്ന ഒരു ഭാവമാണ്. ഇവിടെ വേദത്തിന് നല്ല പ്രാധാന്യമുണ്ട്. ഋഗ്വേദ മന്ത്രങ്ങൾ, പിന്നെ മുറജപം, പിന്നെ ശ്രീരുദ്ര ധാരയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. കടബാധ്യതകൾ അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് വളരെ ആശ്വാസകരമാണ്. ഋണമോചന പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞൊരു അർച്ചനയുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ആൾക്കാർ അതിൻ്റെ ഗുണഫലങ്ങൾ പറഞ്ഞ് ആയിട്ട് നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ ഒന്ന് പറയാറുണ്ട്. സതീയോഗത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദുരിതങ്ങൾക്കും മറ്റേ കടബാധ്യതകൾ ഇങ്ങനെയുള്ളതിനൊക്കെ വളരെ പ്രാധാന്യമായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടുത്തുള്ള വഴിപാടുകളാണ് ധാര, ഈ കരിക്കഭിഷേകത്തിന് പ്രാധാന്യമുണ്ട്. മൃത്യുഞ്ജയോമം, പിന്നെ ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് പ്രധാനമായിട്ട് ഭഗവാനെ നേദ്യമായിട്ട് കാണുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രത്തിലെ ഒന്നാണിത്. 108 ശിവക്ഷേത്രത്തിലെ ഒന്ന് ആണിത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വളരെ ഏറെ ഭക്തജനങ്ങൾ ഇവിടെ വരാറുണ്ട്. ചേരാനെല്ലൂർ ശിവക്ഷേത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയും പ്രത്യേകതയുമാണ് ഈ മഹാദേവന്റെ അഭിമുഖമായുള്ള നമസ്കാര മണ്ഡപം. ഈ മണ്ഡപം 16 തൂണിൽ നിലയുറപ്പിച്ചു നിൽക്കുന്നു. ഈ 16 തൂണുകളിൽ ഒരെണ്ണം മരത്തിൽ നിർമ്മിച്ചതാണ്, മറ്റുള്ളവ കല്ലിൽ നിർമ്മിച്ചതും. ഈ മരത്തൂൺ അതിസുന്ദരിയായ ഒരു യക്ഷി സങ്കല്പത്തിലാണ് ഇവിടെ ഈ മണ്ഡപത്തിൽ നിലയുറപ്പിച്ചു നിൽക്കുന്നത്. ഈ മണ്ഡപത്തിലെ മരത്തൂണിൽ കുടിയിരിക്കുന്ന അതിസുന്ദരിയായ യക്ഷിയമ്മയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ഏതൊരാഗ്രഹവും സാധിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ മഹാദേവ ദർശനത്തോടൊപ്പം ഭക്തജനങ്ങൾ ഈ യക്ഷിയമ്മയെയും ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കാര്യസാധ്യത്തിന് ശേഷം ഭക്തജനങ്ങൾ സന്തോഷപൂർവ്വം ഈ യക്ഷിയമ്മയ്ക്ക് വെറ്റില താമ്പൂല സമർപ്പണവും അതോടൊപ്പം പട്ടും സമർപ്പിച്ചു വരുന്നു.
ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിൽ വാണരുളുന്ന ശ്രീ മഹാദേവൻ്റെ നേരഭിമുഖമായുള്ള നമസ്കാര മണ്ഡപത്തിൽ മഹാദേവൻ്റെ പരമഭക്തനും ശിവവാഹനവുമായ നന്ദികേശ പ്രതിഷ്ഠയും ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ബാലഗണപതി പ്രതിഷ്ഠയും ബാലഗണപതി ശ്രീകോവിലിനോട് ചേർന്ന് ഒരു ആചാര്യ സങ്കല്പവുമുണ്ട്. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തറയിൽ 3 ബ്രഹ്മരക്ഷസുകളെയും ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയൊരു ശ്രീകോവിലിനകത്ത് ശ്രീ സുബ്രഹ്മണ്യൻ, ദുർഗ, ശാസ്താവ് എന്നിവരെയും കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു തറയിൽ ഇരിങ്ങൂടാൻ എന്ന ശിവഭൂതത്തെ പടിഞ്ഞാറ് ദർശനമായും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇത്രയുമാണ് ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. ഈ ഉപപ്രതിഷ്ഠകൾക്കെല്ലാം നിത്യേന പൂജയും നേദ്യവും നൽകി വരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോകുന്ന പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. ഭഗവാനെ വിട്ടിട്ടുള്ള ഒരു കാര്യമില്ല. ഭഗവാനോട് അത്ര ഞാൻ പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ഞാൻ ഒരുപക്ഷെ മണ്ണിലലിഞ്ഞു പോകുന്ന ഒരു നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കരകയറ്റിയത് എൻ്റെ ഈ ദേവരാണ്, ശ്രീ മഹാദേവനാണ് കരകയറ്റിയത്. അത്ര വിശ്വാസമാണ് ഞങ്ങൾക്ക്. ഈ ഒരു ക്ഷേത്രത്തിന് വന്ന് തൊഴുമ്പോൾ കിട്ടുന്നൊരു മാനസിക ഒരു മനഃശാന്തി ഉണ്ടല്ലോ, അത് വളരെ ഇതാണ്. നമ്മളെന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാന്റെ അടുത്ത് നിന്ന് നമ്മളങ്ങ് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നടക്കും തീർച്ചയായിട്ടും. ഭഗവാന്റെ അടുത്ത് നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിച്ചത് നടക്കും. അത് നമ്മളെപ്പോലുള്ള അനുഭവമുള്ള ആൾക്കാർക്കാണ് അത് മനസ്സിലാവും. അത്ര ജീവിതത്തിൽ പല വിഷമഘട്ടങ്ങളിലും വന്നപ്പോൾ ഞാൻ എൻ്റെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഞാൻ അതിൽ നിന്ന് രക്ഷ നേടിയിട്ടുണ്ട്. ഭഗവാന്റെ പ്രത്യേകത നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം നല്ല കാര്യങ്ങളെല്ലാം നടക്കും. അതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോരെ അറിഞ്ഞ് വിളിച്ചാൽ ഉപേക്ഷിക്കില്ല. ഏറ്റവും വലിയ പ്രാധാന്യമായിട്ടുള്ള കാര്യം. അത്താഴ ഭക്ഷണിക്ക് ഇവിടെ ഒരു യാതൊരു മുട്ടും വരില്ല ഈ ചേരാനെല്ലൂർ രാജ്യത്തെ പറ്റി. നമ്മൾ ഭഗവാനെ അറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭഗവാൻ കൈവിടാറില്ല എന്നുള്ളതാണ് എൻ്റെ എന്താ വെച്ചാൽ എനിക്കൊരു അതിനെ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും നമ്മളെ തേവരെ അറിഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല അനുഭവങ്ങളായിട്ടുണ്ട് എൻ്റെ മുൻപിൽ. നമ്മൾ പല സമയത്തും പല കാര്യങ്ങളും നമുക്ക് ഇന്ന് ഒരു കാര്യം നമുക്ക് ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് രാവിലെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിനൊരു സൊല്യൂഷൻ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അനുഭവം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽ പെടുന്ന ഈ ക്ഷേത്രത്തിൽ തിങ്കൾ, ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ നിരവധി ഭക്തജനങ്ങളാണ് ദർശനത്തിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലെയും തിരുവാതിര നാൾ അതിവിശേഷമായിട്ടാണ് ആഘോഷിച്ചു വരുന്നത്. അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി തിരുവാതിര ഊട്ടും നടത്തി വരുന്നു. ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവാതിര ഊട്ട് നടത്താറുണ്ട്. പിന്നീടുള്ള വിശേഷ ദിവസങ്ങൾ മാസത്തിൽ 2 പ്രദോഷമുണ്ട്. പ്രദോഷ സന്ധ്യ വളരെ പ്രധാനമാണ്. പ്രദോഷത്തിൻ്റെ വഴിപാട് ഏതൊരു ഭക്തജനങ്ങൾക്കും കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ഭഗവാനിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ 2 പ്രദോഷത്തിനും വളരെ അഭിഷേകവും അന്ന് വൈകുന്നേരവും അഭിഷേകമുണ്ട്. പ്രദോഷത്തിന് പ്രത്യേകിച്ച് പ്രദോഷ സന്ധ്യയിൽ വൈകുന്നേരം അഭിഷേകമുള്ളത് ഈ 2 ദിവസം മാത്രമാണ്. പിന്നീടുള്ളത് ശനിയാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് ഭക്തജനങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഞായറാഴ്ച പ്രധാനമാണ്. തിങ്കളാഴ്ച പ്രധാനമാണ്. വൃശ്ചമാസത്തിൽ
1-ാം തീയതി മുതൽ 41 ദിവസം ഉപദേവന്മാരായ ശാസ്താവിരിക്കുന്ന ശ്രീകോവിലിൽ ശാസ്താവ്, ദുർഗ, സുബ്രഹ്മണ്യ സ്വാമി ഇത്രയും പേർക്കാണ് ഒരു ശ്രീകോവിൽ ഇരിക്കുന്നത്. അവിടെ 41 ദിവസവും ദീപാരാധനയും ചെറുപ്പും ഉണ്ടാവാറുണ്ട്. അത് 41-ാമത്തെ ദിവസം ശാസ്താംപാട്ടും ചിന്തു എതിരേൽപ്പോടുകൂടി നല്ലൊരു വിളക്കുമൊക്കെ ആയിട്ട് നല്ല ഒരു പരിപാടിയാണ് അന്ന് സംഘടിപ്പിക്കുന്നത്. പിന്നെ എല്ലാ മാസത്തിലും ആയില്യം നാളിൽ ഇവിടെ തിടപ്പള്ളിയിൽ പത്മവിട്ട് സർപ്പപൂജ, ആയില്യം പൂജ നടത്താറുണ്ട്. ആയില്യത്തിൻ്റെ അന്ന് എല്ലാ മാസത്തിലും അത് നടത്താറുണ്ട്. അത് നടത്തുന്നതിനുള്ള ആൾക്കാരുണ്ട്. അന്ന് ഭക്തജനങ്ങൾ അത് തൊഴാനും ഇവിടെ പ്രാർത്ഥിക്കാനും ധാരാളം ആളുകൾ വരുന്നുണ്ട്. സങ്കല്പത്തിലാണ് അത് ചെയ്യുന്നത്. ഇവിടെ സർപ്പ പ്രതിഷ്ഠയില്ലെങ്കിലും ഇവിടെ രാശി വെച്ചതിൽ അഷ്ടമംഗല ദൈവപ്രശ്നം രാശി വെച്ചതിൽ അതിൽ വന്നേക്കുന്നതാണ്. ഇവിടെ സർപ്പത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് സർപ്പ പൂജ നടത്താം, ആയില്യം പൂജ നടത്താം എന്ന് അങ്ങനെ പറഞ്ഞേ പിന്നെയാണ് തടപ്പള്ളിയിൽ പത്മവിട്ട് ഈ ആയില്യം പൂജ നടത്തുന്നത്. ഈ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ പിതൃ നമസ്കാരവും ശിവരാത്രിക്കുള്ള പൂജകളും വളരെ പ്രാധാന്യത്തോടു കൂടി നടത്തുന്നുണ്ട്. അത് അന്ന് വൈകുന്നേരം ശിവരാത്രി നാളിൽ പഞ്ചാഭിഷേകം ഉണ്ടായിരിക്കുന്നതാണ്. 5 അഭിഷേകമുണ്ട്. അത് രാത്രി ഒരു 10 മണിയോട് കൂടിയേ അത് അവസാനിക്കുകയുള്ളൂ. സന്ധ്യയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ പൂജയും ഓരോ അഭിഷേകം കഴിയുമ്പോഴും അതിനുള്ള നേദ്യം ഉണ്ടാവും. 5 അഭിഷേകവും 5 പൂജയും നിവേദ്യവും ഉണ്ടാവും. അതാണ് അന്നത്തെ പ്രത്യേകത. അന്ന് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം അതിഗംഭീരമായിട്ടാണ് ഇവിടെ ആഘോഷിച്ചു വരുന്നത്. കുംഭമാസത്തിലെ ഉത്രട്ടാതി നാളിൽ കൊടിയേറി 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം തിരുവാതിര നാളിൽ ആറാട്ടോടെയാണ് സമാപിക്കുന്നത്. ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഈ ഉത്സവത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ ഉത്രട്ടാതി നാളിൽ കൊടി കയറി 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആ തിരുവാതിര നാളിൽ ആറാട്ടിൽ കൂടി സമാപിക്കുന്നതാണ്. 5ാമത്തെ ദിവസമായാണ് നമ്മുടെ ഉത്സവബലി. ഈ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഉത്സവബലി. ആ ഉത്സവത്തിന് നാനാ ഭാഗത്തുനിന്നുള്ള ജനങ്ങൾ നല്ല ഇതായിട്ട് ഉത്സവബലി നടത്തി പോരുന്നു. നമ്മൾ നേരത്തെയൊക്കെ ഇവിടെ 7 ആനയുടെ പൂരം നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ആനയുടെ പരിമിതിയും അതിനുള്ള സർക്കാരിൻ്റെ ആയ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ ഒരു ആനയുടെ പൂരമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും വിശുദ്ധിയും മനസ്സിലാക്കി ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ചു വരികയാണ് ക്ഷേത്ര ഭരണസമിതി. ചേരാനെല്ലൂർ മഹാദേവ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ കീഴിലാണ് 2016 ഞങ്ങളിത് ട്രസ്റ്റ് രൂപീകരിച്ചത്. ട്രസ്റ്റ് രൂപീകരിച്ചതിന് തൊട്ട് ഇതായിട്ട് നമ്മൾ ഇതിൻ്റെ ചിറ്റമ്പലവും ഊട്ടുപുരയും പൊളിച്ച് നന്നാക്കിയതിന് ശേഷം ഞങ്ങൾ ശ്രീകോവിലിൻ്റെ പണി ചെയ്തു. ശ്രീകോവിൽ പൊളിച്ച് നന്നാക്കി ഞങ്ങൾ എടുക്കുമ്പോൾ ഒരു 15 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ശ്രീകോവിൽ പൊളിച്ച് പണിത് ചിറ്റമ്പലം നന്നാക്കി കല്ലിട്ടു, ബലിക്കപ്പുര പൊളിച്ച് പണിതു. അപ്പോൾ ഏതാണ്ട് ഒരു 1.25 കോടി രൂപ ഈ നാട്ടുകാരിൽ നിന്ന് എല്ലാ ഭക്തജനങ്ങളിൽ നിന്നാണ് പിരിച്ച് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തത്. ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കിവിടെ ചെയ്തു തീർക്കാനുണ്ട്. ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മസ്തക മതിലുണ്ട്. അത് അതിനോടായിട്ടുള്ള സംരക്ഷിച്ച് അതൊന്ന് നന്നായിട്ട് എടുക്കണമെന്നുണ്ട്. പിന്നീട് നമ്മുടെ ഉത്സവത്തിന് പോകുന്ന ആറാട്ടുകടവിന് ഞങ്ങൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ആ കടവ് ഭയങ്കര ശോചനീയാവസ്ഥയിൽ കിടക്കുന്നതാണ്. അതിന് ഒരുപാട് അപേക്ഷകൾ ഞങ്ങൾ ഇത് ചെയ്തിട്ട് ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ആ കടവ് ഒന്ന് നന്നാക്കി ഭഗവാനെ കുളിക്കാനായിട്ട് ആറാട്ടിന് പോകാനായിട്ട് നല്ലൊരു ഇതുണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ എല്ലാ മാസത്തിലും തിരുവാതിരോട്ട് നടത്താറുണ്ട്. അതിന് ഇവിടെ ഊട്ടുപുരയിൽ അതൊരു ഭയങ്കര ഒരു ശോചനീയാവസ്ഥയിലാണ്. ആ ഊട്ടുപുര ഒന്ന് നല്ല രീതിയിൽ ആക്കണമെന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ത്രീജനങ്ങളാണ് ഈ തിരുവാതിരോട്ടിന് വരുന്നത്. അവർക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ഒരു സൗകര്യം അത് കുറച്ചും കൂടി വിപുലീകരിച്ച് ഇപ്പോൾ നിലവിലുണ്ട്. അത് കുറച്ചും കൂടി വിപുലീകരിച്ച് നല്ലൊരു ഇത് ആക്കണമെന്നുണ്ട്. പിന്നെ ഒരു പഴയ പ്രൗഢിയോടെ ഉണ്ടായിരുന്ന കൊട്ടാരം അതും ശോചനീയാവസ്ഥയിലാണ്. ആ കൊട്ടാരം ഒന്ന് അതേ രീതിയിൽ ഒന്ന് സംരക്ഷിച്ചെടുക്കണമെന്നുണ്ട്. പിന്നെ ഒരു ഓഫീസ് റൂം അതും ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. പിന്നെ തിരുമേനിക്ക് ഒരു കെട്ടിടം പണിത് കൊടുക്കാമെന്നുള്ളതും ഞങ്ങളുടെ ഒരു ഇത് ആവശ്യമാണ്. പിന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. അതിന് ഈ നല്ലവരായ ഭക്തജനങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽപ്പെടുന്ന
അതിപ്രസിദ്ധമായ ഈ ചേരാനെല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തി ശ്രീ മഹാദേവനെയും മറ്റുപദേവതകളെയും ദർശനം ചെയ്ത് മടങ്ങുമ്പോൾ ഓരോ ഭക്തൻ്റെയും മനസ്സിൽ എന്നും ഈ മഹാക്ഷേത്രം മായാതെ നിലനിൽക്കും എന്നുള്ളതിൽ സംശയമില്ല. ചേരാനെല്ലൂർ ശ്രീ മഹാദേവൻ്റെയും മറ്റുപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി